ഹലോ നമസ്കാരം. ഞാൻ ജയശ്രീ ഗോവിന്ദൻ, നിങ്ങളുടെ പ്രിയപ്പെട്ട വറി ഫ്രീ റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. ഇന്നത്തെ എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് വൈ ചൈൽഡ് എഡ്യൂക്കേഷൻ ത്രൂ ഇൻഷുറൻസ് പോളിസി. ഇൻഷുറൻസ് പോളിസിയിലൂടെ ഒരു കുട്ടിയുടെ എഡ്യൂക്കേഷൻ എന്തിന് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകണം. പല പാരൻസിൻ്റെയും സ്വപ്നങ്ങളാണ് നമ്മുടെ കുട്ടികൾക്ക് വലിയ വിദ്യാഭ്യാസം കൊടുക്കുക, നമ്മൾ ആഗ്രഹിച്ച പോലെ വിദ്യാഭ്യാസം അല്ലെങ്കിൽ അവരുടെ ഡ്രീമിനനുസരിച്ചുള്ള നല്ല വിദ്യാഭ്യാസം കൊടുക്കണമെന്നുള്ളത്. എന്നാൽ അതിനു വേണ്ടി പല ഇൻവെസ്റ്റ്മെൻറ്റും പല കാര്യങ്ങൾ അവർ ചെയ്തു വയ്ക്കാറുണ്ട്. പക്ഷേ അതെല്ലാം റിസ്ക് കവറേജ് കിട്ടുന്നതാണോ എന്നുള്ളത് നോക്കിയാൽ അത് സംശയമായിരിക്കും. അപ്പോൾ എന്തുകൊണ്ട് ഒരു ഇൻഷുറൻസ് പോളിസിയിലൂടെ നിങ്ങളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിനെ സെക്യൂർ ചെയ്യണം എന്നാണ് നമ്മൾ ഇന്നിവിടെ സംസാരിക്കുന്നത്. അതായത് ഇന്ന് നമ്മൾ നോക്കുന്നത് എന്തിനാണ് പലരോടും ഇപ്പോൾ ഒരു കുട്ടിയുടെ ചൈൽഡ് എഡ്യൂക്കേഷൻ സ്കീമിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനാണ് ഇപ്പം അത് എടുക്കുന്നത്, ഞാൻ അവിടെ ഡെപ്പോസിറ്റ് ഇട്ടിട്ടുണ്ട് അല്ലെങ്കിൽ ഷെയർ മാർക്കറ്റിൽ ഇട്ടിട്ടുണ്ട് എന്ന് പറയുന്നത് കേൾക്കാം. ഈ ഷെയർ മാർക്കറ്റ് അതുപോലെ ഡെപ്പോസിറ്റുകളിൽ നമ്മൾ ഇടുന്ന പൈസ അതിനനുസരിച്ചുള്ള തുകയാണ് നമുക്ക് ലഭിക്കുന്നത്. ഇൻ കേസ് നമ്മൾ ഇല്ലാതെ ആയിപ്പോയാൽ നമ്മളുടെ കുട്ടികളുടെ വിദ്യാഭ്യാസത്തിന്റെ അവസ്ഥ എന്താകും, അവരുടെ മുന്നോട്ടുള്ള ജീവിതം എന്താകും എന്ന് എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? ഒരു ഇൻഷുറൻസ് പോളിസിയിലൂടെ നമ്മൾ ഒരു കുട്ടിയുടെ വിദ്യാഭ്യാസം സെക്യൂർ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ബെനിഫിറ്റ് എന്ന് പറയുന്നത് ആ കുട്ടിയുടെ വിദ്യാഭ്യാസ സമയമാകുമ്പോൾ ഒരു നല്ല തുക നമുക്ക് ലഭിക്കുകയും അതിൻ്റെ വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് സാധിക്കുകയും ചെയ്യുന്നു. ഇതിനിടയ്ക്ക് ഇൻ കേസ് ഈ പാരന്റിന് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ, അത്യാഹിതം എന്തെങ്കിലും സംഭവിച്ചു പോയാൽ ആ കുട്ടിയുടെ വിദ്യാഭ്യാസം മുടങ്ങാതെ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇത്തരം ഇൻഷുറൻസ് പോളിസികൾ സഹായിക്കും. അതായത് അവിടെ ഒരു റിസ്ക് കവറേജ് ബെനിഫിറ്റ് ഉണ്ട്. പാരന്റ് ഇല്ലാതെ ആയാലും കുട്ടി പിന്നീട് ആ ഒരു ഇൻസ്റ്റാൾമെന്റ് അടയ്ക്കേണ്ടതുമില്ല. പക്ഷെ കുട്ടിക്ക് സമയമാകുമ്പോൾ ആ ഒരു വിദ്യാഭ്യാസത്തിനുള്ള ഫണ്ട് കിട്ടുകയും ചെയ്യും. ഈ ഒരു ബെനിഫിറ്റ് വേറെ ഒരു ഇൻവെസ്റ്റ്മെന്റിലും നമുക്ക് ലഭിക്കുന്നതല്ല, അത് ഇൻഷുറൻസ് പോളിസിയിൽ മാത്രമാണ് ലഭിക്കുന്നത്. അപ്പോൾ ഇൻ കേസ് നമ്മൾ എല്ലാവരും തന്നെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നത് നമ്മുടെ കുട്ടികളുടെ ഭാവിക്ക് വേണ്ടിയും അവരെ നല്ല നിലയിലെത്തിക്കുക, അവർക്ക് നല്ല വിദ്യാഭ്യാസം കൊടുക്കുക എന്നുള്ളതാണെങ്കിൽ തീർച്ചയായും നമ്മൾ അതിനുവേണ്ടി ചെയ്തു വെക്കേണ്ടത് ഒരു ഇൻഷുറൻസ് പോളിസിയിലൂടെ അവരുടെ വിദ്യാഭ്യാസത്തെ ഉറപ്പാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഈ എപ്പിസോഡ് നിങ്ങൾക്ക് എല്ലാം ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. കൂടുതൽ എന്തെങ്കിലും വിവരത്തിന് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. അടുത്ത ഒരു എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ. ബൈ ബൈ.